മണിച്ചിത്രത്താഴ് എന്ന് പറഞ്ഞ സിനിമ അതൊരു സാധാരണ സിനിമയല്ല, ഒരു അത്ഭുത സിനിമയെന്ന് വിശേഷിപ്പിക്കാം. കാര്യം സിനിമ ഇറങ്ങിയിട്ട് 30 വർഷങ്ങൾക്ക് ശേഷം സിനിമ ഇപ്പോഴിതാ ദൃശ്യമികവോടെ 4Kയിൽ തിയേറ്ററിൽ റിലീസ് ചെയ്തതാണ്. സിനിമ 3 ദിവസം കഴിഞ്ഞതിന് ശേഷം ഏകദേശം 1.5 കോടി രൂപയാണ് കേരളത്തിൽ നിന്ന് മാത്രം കളക്ട് ചെയ്തത്. നോക്കിക്കേ, ഇപ്പോൾ റിലീസിന്റെ കാലമാണ്. അതായത് നമുക്കെല്ലാം അറിയാം, ആ ഒരു കാലഘട്ടത്തിൽ നമ്മൾ തിയേറ്ററിൽ അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് നമുക്ക് കാണാൻ സാധിച്ചില്ല. അതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു ദൃശ്യ മികവോടെ സിനിമ വീണ്ടും പുനരാവിഷ്കരണം ചെയ്ത് തിയേറ്ററിൽ എത്തുമ്പോൾ ഇമ്പാക്റ്റ് എന്ന് പറഞ്ഞാൽ വളരെ വലുതാണ്. മലയാള സിനിമയിൽ എവർഗ്രീൻ സിനിമകൾ എന്ന് പറയുന്നത് വളരെ ചുരുക്കം സിനിമയാണ്. അങ്ങനെയുള്ള ഒരു സിനിമകളിലൊന്നാണ് മണിച്ചിത്രത്താഴ് എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു സിനിമയ്ക്കാണ് ഈ ഒരു ഗംഭീരമായ ഒരു വെൽക്കം കിട്ടിയിരിക്കുന്നത്. അതുപോലെ തന്നെ ഞാൻ ആദ്യം സൂചിപ്പിച്ച പോലെ മണിച്ചിത്രത്താഴ് എന്ന് പറയുന്ന സിനിമ ഒരു അത്ഭുത സിനിമയാണ്. ഇപ്പോൾ ആ ഒരു സിനിമയുടെ വേറൊരു പെർസ്പെക്റ്റീവുമായി നമ്മുടെ ഒരു കലൂർ ഉമേർ എന്ന് പറഞ്ഞ തിരക്കഥാകൃത്തും സംവിധായകനും അതായത് ഒരു ഫേസ്ബുക്കിൽ കുറിക്കുകയുണ്ടായി. മണിച്ചിത്രത്താഴ് അല്ലേ, ഒരു പൂട്ടിട്ട് പൂട്ടിയേക്കുന്നില്ല. ആ ഒരു പേര് തന്നെ ഉണ്ടല്ലോ, മണിച്ചിത്രത്താഴ്. ശരിക്കും പറഞ്ഞാൽ ഒരു പൂട്ടിട്ട് പൂട്ടിയേക്കുക തന്നെയാണ്. ആ പൂട്ട് നമ്മളെ എങ്ങനെ തുറക്കുന്നു എന്നതിനെ ആസ്പദമാക്കിയാണ് ഈ ഒരു സിനിമ മുന്നോട്ട് പോവുക എന്ന് തന്നെ ഇരിക്കുന്നത്. നമ്മളിപ്പോൾ പറയുന്ന പോലെ ഡയറക്ടർ ബ്രില്യൻസ് എന്ന് പറയുന്ന പോലെ അന്ന് 30 കൊല്ലം മുമ്പ് ഫാസിലിന്റെ ബ്രില്യൻസ് തന്നെയായിരുന്നു മണിച്ചിത്രത്താഴ് എന്ന് പറഞ്ഞ സിനിമയുടെ ടൈറ്റിൽ തന്നെ. നമ്മുടെ മധുമുട്ടം എന്ന് പറഞ്ഞ തിരക്കഥയിൽ ഈ ഫാസിലിന്റെ ഒരു പ്രസന്റേഷനും പിന്നെ നമ്മുടെ ലാലേട്ടനും സുരേഷേട്ടനും അതുപോലെ തന്നെ ശോഭന ചേച്ചി, അങ്ങനെ ഒട്ടുമിക്ക മലയാളത്തിലെ എവർഗ്രീൻ ക്ലാസിക് സ്റ്റാർസ് എല്ലാം കൂടെ ഒന്നിച്ച ഗംഭീര സിനിമയായിരുന്നു ഈ മണിച്ചിത്രത്താഴ് എന്ന് പറയുന്നത്. ഈ ഒരു സിനിമയെ പറ്റിയുള്ള ഡിഫറെൻറ്റ് പെർസ്പെക്റ്റീവായിട്ട് നമ്മുടെ തിരക്കഥാകൃത്തും സംവിധാനമൊക്കെ കലൂർ ഒരു ഫേസ്ബുക്കിൽ അദ്ദേഹത്തിന് ഒരു പോസ്റ്റ് കുറിക്കുകയുണ്ട്. അദ്ദേഹം പറഞ്ഞ വേറൊന്നുമല്ല, ഈ നകുലൻ എന്ന് പറഞ്ഞ കഥാപാത്രം ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ട് തന്നെ നകുലൻ്റെയും ഗംഗയുടെയും ഒരു ജീവിതം എന്ന് പറഞ്ഞാൽ അത്ര വലിയ ഒരു സക്സസ് ആണെന്ന് തോന്നുന്നില്ല. അതുകൊണ്ട് തന്നെ ഈ ഗംഗയ്ക്ക് നമുക്കൊരു മഹാദേവൻ എന്ന് പറഞ്ഞ ക്യാരക്ടറിനോട് ഒരു ആസക്തി തോന്നുന്നു, ഒരു പ്രണയം തോന്നുന്നു എന്ന് വേണമെങ്കിൽ പറയാം. ആ ഒരു പ്രണയത്തിൽ നിന്നാണ് മണിച്ചിത്രത്താഴ് എന്ന് പറഞ്ഞ ഈ ഒരു സിനിമയുടെ ഉദയം എന്നാണ് പറയുന്നത്. അങ്ങനെ ആകാമല്ലോ ഈ കഥ എന്നാണ് അദ്ദേഹം കൃത്യമായ ഒരു ഡീപ്പായിട്ടുള്ള ഒരു എക്സ്പ്ലനേഷനുമായിട്ട് അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്കിൽ കുറിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ അദ്ദേഹം പറയുന്നത് നമ്മുടെ ഈ വരുവാനിൽ ഒരു നേരം എന്ന് പറഞ്ഞ ഗാനം രചിച്ചിരിക്കുന്നത് സംഗീത സംവിധായകനല്ല, മറിച്ച് തിരക്കഥാകൃത്തായ മധുമുട്ടമാണ്. അതിൻ്റെ തന്നെ ഓരോ വരികളിലും ആ ഒരു ഗംഗയുടെ ഒരു പ്രണയ നൈരാശ്യവും അല്ലെങ്കിൽ പ്രണയത്തിൻ്റെ ആസക്തിയും അല്ലെങ്കിൽ കൃത്യമായി ഓരോ വരികളിലും സൂചിപ്പിക്കുന്നുണ്ട് എന്ന് പറയും. അതിൻ്റെ ഓരോ വരിയും എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ തന്നെ മനസ്സിലാക്കാൻ പറ്റുമെന്നാണ്. ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് തന്നെ ഒന്ന് ആ സിനിമ വീണ്ടും ഒന്ന് റിവൈൻഡ് ചെയ്ത് നോക്കുകയാണെങ്കിൽ അദ്ദേഹം പറഞ്ഞ വഴികളിലുള്ള കറക്റ്റായിട്ട് പോകുന്നു എന്ന് തന്നെയാണ് തെളിയിക്കുന്നത്. നമുക്കറിയാം, ഈ സിനിമയിലെ നകുലനും ഗംഗയും തമ്മിലുള്ള ഒരു പ്രണയത്തിൻ്റെ ഒരു തീവ്രതയൊന്നും സിനിമയിൽ കാണിച്ചിട്ടില്ല. വേണമെങ്കിൽ നമുക്ക് വാദഗതിക്ക് പറയാം. ഏത് വാദഗതിക്കാം? അതായത് ഗംഗയിൽ നിന്ന് നാഗോലി പ്രവേശിച്ചതിന് ശേഷമാണെങ്കിലോ എന്ന് വേണേൽ പറയാം വാദഗതിക്ക്. പക്ഷേ അതിന് മുമ്പുള്ള രംഗങ്ങൾ എടുത്താൽ തന്നെ അവർ തമ്മിലുള്ള ഒരു പ്രണയത്തിൻ്റെ തീവ്രതയൊന്നും കാണിക്കുന്നില്ല. ആ പാട്ടിലൊക്കെ കുറച്ച് അവിടെ ഇവിടെ കാണിക്കുന്നതെന്ന് പറഞ്ഞാൽ അത് പ്രണയമായിട്ട് നമുക്ക് കൂട്ടാൻ പറ്റില്ല. ഇവരുടെ ഒരു ദാമ്പത്യ ജീവിതത്തിൻ്റെ ഇവരൊരു മുറി എടുത്തു നോക്കുമ്പോൾ തന്നെ നഗരൻ വർക്ക് ചെയ്യുന്ന ഒരു കംപ്ലീറ്റ് വർക്ക് ടൈമാണ് ഗംഗ ഉറങ്ങുന്നത്. അതിനുശേഷമൊക്കെയാണല്ലോ നമ്മുടെ ആ ഒരു നമ്മൾ പറയുന്ന മൾട്ടിപ്പിൾ പേഴ്സണാലിറ്റി വന്നു എന്ന് പറയുന്നത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ കലൂർ ഉമേറിൻ്റെ ആ ഒരു വ്യൂ എന്ന് പറഞ്ഞ പെർസ്പെക്റ്റീവ് വ്യൂ എന്ന് പറഞ്ഞാൽ ശരിയാണ് എന്ന് തോന്നിപ്പോകും. അതായത് സണ്ണി എന്ന് പറഞ്ഞ ക്യാരക്ടർ തന്നെ പറയുന്നത് നമുക്കറിയാം, ശ്രീദേവിയും നകുൽ എന്ന് പറഞ്ഞ ക്യാരക്ടറോട് പോകുമ്പോൾ തന്നെ ഗംഗയ്ക്ക് അത് വലിയ വിഷയമല്ല എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ആ ഒരു പെർസ്പെക്റ്റീവ് കറക്റ്റാണ്. പക്ഷേ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ ആ കാലഘട്ടത്തിൽ, അതായത് 30 കൊല്ലങ്ങൾക്ക് മുമ്പ് നമ്മുടെ മിത്തും ഈ ഒരു സയൻസും കൂടെ പെർഫെക്റ്റ്ലി ബ്ലെൻഡ് ചെയ്തൊരു സിനിമയെന്ന് പറയുന്ന അതിന് പ്രത്യേകം കയ്യിലെടുക്കണം 30 കൊല്ലങ്ങൾക്ക് മുമ്പ്. ഇപ്പോഴാണെങ്കിൽ ഇത് ഈസിയാണ്, ഇന്നോവേഷൻ ഭയങ്കര ഹൈ ആയി, ആൾക്കാർക്ക് കുറച്ചുകൂടെ ചിന്തിക്കാനുള്ള ഇത് വന്നു. നേരത്തെ ചിന്തിക്കാനുള്ള ഇത് വന്നില്ല എന്നല്ല ഞാൻ പറഞ്ഞത്, എന്നാലും കുറച്ചുകൂടെ ആ ഒരു ഇരുട്ടിൽ നിന്ന് വെളിയിലോട്ട് വന്നു. അന്ധവിശ്വാസങ്ങൾ ഒക്കെ ആയിട്ട് ഭയങ്കരമായിട്ട് കൂടിക്കിടന്നൊരു സമയമായിരുന്നല്ലോ 10-30 കൊല്ലം 40 കൊല്ലം പുറകോട്ടൊക്കെ പോകുമ്പോൾ. പക്ഷെ ഇപ്പോഴങ്ങനെല്ലാം മാറി മാറി വരുന്നുണ്ട്, ചിന്തിക്കേണ്ടതുണ്ട്. അതായത് ഒരു സിനിമ ഇറങ്ങുമ്പോൾ അതൊരു പ്രേക്ഷകൻ എങ്ങനെ ചിന്തിക്കും എന്ന രീതിയിലാണ് ആ ഒരു സിനിമയെ കഥാകൃത്തും സംവിധായകനും അപ്രോച്ച് ചെയ്യുന്നു, അവതരിപ്പിക്കുന്നു. ആ ഒരു നിലയ്ക്ക് മണിച്ചിത്രത്താഴ് എന്ന് പറഞ്ഞ സിനിമ സമ്മതിച്ചേ പഠിച്ചുള്ളൂ അതെങ്ങനെ പ്രസൻറ്റ് ചെയ്യൂ എന്നുള്ളത്. നമുക്കറിയാം, നമ്മൾ തന്നെ പറയുന്നുണ്ട്, ഈ ഓരോ കഥ നമ്മൾ തന്നെ കേട്ട് വരുമ്പോൾ ആ ഒരു കഥയെപ്പറ്റി നമുക്കൊരു രൂപം ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ ആ കഥാപാത്രത്തിൻ്റെ പോസിറ്റീവ് നെഗറ്റീവ് നമ്മുടെ മൈൻഡിൽ കിടക്കും. ഇത് തന്നെയാണല്ലോ മണിച്ചിത്രത്താഴ് എന്ന് പറഞ്ഞ സിനിമയിൽ പറയുന്നത്. അതായത് ഗംഗ ചെറുപ്പം പോലെ ഓരോ കഥകൾ കേൾക്കും, അങ്ങനെ ആ ഒരു കഥാപാത്രത്തെ തന്നിലേക്ക് തന്നെ ആവേശിപ്പിക്കുന്നു. അതിനെയാണ് ഡ്യുവൽ പെർസ്പെക്റ്റീവ് എന്ന് സണ്ണി എന്ന കഥാപാത്രം പറയുന്നു. അതുപോലെ തന്നെ നമ്മളൊക്കെ വാദകറി എന്നൊക്കെ പറയുന്നു. ഇതൊക്കെ ഡീപ്പായിട്ട് എക്സ്കവേറ്റ് ചെയ്താണ് മധുമുട്ടം ഈ ഒരു സിനിമയുടെ തിരക്കഥ തയ്യാറായിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ അതാണ് പറയുന്നത്, ഒരു അത്ഭുത സിനിമയാണ് മണിച്ചിത്രത്താഴ് എന്ന് പറയുന്നത്. അത് ഓരോ വട്ടം കാണുമ്പോഴും ഓരോ അത്ഭുതം കൂടി വരികയാണ്. അതുപോലെ തന്നെ നമുക്കറിയാം, ഒറ്റ നോട്ടത്തിൽ ഈസിയെന്ന് തോന്നുന്ന ഒരു ട്വിസ്റ്റ് ആ കാലഘട്ടത്തിൽ എങ്ങനെ അവതരിപ്പിച്ചു. ഡ്യുവൽ പെർസ്പെക്റ്റീവ് ഉള്ള ഒരു വ്യക്തിയുടെ മൈൻഡിൽ ഉള്ള ആ ഒരു രൂപം
വന്നിട്ട് ഒരു സ്ട്രക്ചർ കൊണ്ട് വെച്ച് ആ ഒരു രൂപത്തിന്റെ ദേഷ്യം തീർക്കുന്ന ആ മോഡൽ, ആ ഒരു ട്വിസ്റ്റ് എങ്ങനെ സൃഷ്ടിച്ചു എന്നുള്ളത് ഹൈലൈറ്റ് തന്നെയാണ്, എടുത്തു പറയേണ്ട സാധനം തന്നെയാണ്. ഇപ്പോൾ നമുക്കത് ഈസി ആയിരിക്കും, വന്നത് എങ്ങനെ എടുത്തു എന്നുള്ളത് ഇമ്പോർട്ടൻ്റ്. എന്തായാലും ഈ കലവൂർ രഘുമാരൻ്റെ ഈ ഒരു വ്യൂ, അതായത് ഗംഗ നഗരം എന്ന് പറഞ്ഞ ആ ഒരു വ്യൂ ഗംഭീരമാണ്. എനിക്ക് തോന്നുന്നു ഈ സിനിമ മനഃപൂർവ്വം മധുമുട്ടവും ഫാസിലും കൂടെ പ്രേക്ഷകന്റെ പെർസ്പെക്റ്റീവ് വ്യൂവിന് വേണ്ടി ഇറക്കിയ സിനിമ, അതായത് എങ്ങനെ പ്രേക്ഷകൻ വിചാരിക്കുന്നു ആ രീതിയിൽ മണിച്ചിത്രത്താഴ് എന്ന് പറഞ്ഞ സിനിമ സഞ്ചരിക്കുന്നു എന്ന് തോന്നുന്ന രീതിയിലാണ് അതായത് ഈ സിനിമ പ്രസന്റ് ചെയ്തിരിക്കുന്നത്. ചിലപ്പോൾ അവരുടെ ഒരു ബ്രില്യൻസ് ആയിരിക്കും. അതുപോലെ തന്നെ മണിച്ചിത്രത്താഴ് എന്ന് പറഞ്ഞ ആ ഒരു പേര് തന്നെ ലോക്ക് ചെയ്തിരിക്കുകയാണ്. ഇതിനകത്ത് മൊത്തം പസിൽസ് ആണ്. നമ്മൾ ആ പസിൽസ് ക്ലിയർ ചെയ്ത് ആ ലോക്ക് ഓപ്പൺ ആക്കും, ആ സിനിമ അല്ലെങ്കിൽ ആ ഒരു കഥ നമുക്ക് മുന്നിൽ തുറന്നു വരും. അപ്പം അതൊരു ബ്രില്യൻസ് തന്നെയാണ്. അപ്പം ചുരുക്കം പറഞ്ഞാൽ ഓരോ പെർസ്പെക്റ്റീവിന്റെ വ്യൂ അനുസരിച്ച് മണിച്ചിത്രത്താഴ് എന്ന് പറഞ്ഞ സിനിമ എക്സ്പാൻഡ് ചെയ്തുകൊണ്ടിരിക്കും. ഇന്ന് കലവൂർ രഘുമാൻ അദ്ദേഹത്തിന്റെ വ്യൂ പറഞ്ഞു, നാളെ മറ്റൊരു പ്രേക്ഷകൻ വേറൊരു വ്യൂ പറയായിരിക്കും. ഏത് വ്യൂവിൽ പോയാലും മണിച്ചിത്രത്താഴ് എന്ന് പറഞ്ഞ സിനിമയുടെ ആ ഒരു എയിം അല്ലെങ്കിൽ ഒരു ടാർഗറ്റ് എന്ന് പറഞ്ഞ ഒന്ന് തന്നെയായിരിക്കും. എന്തായാലും ഓരോ പ്രേക്ഷകന്റെ വ്യൂ എന്താണ്, ഈ കലവൂർ രഘുമാൻ പറഞ്ഞ അദ്ദേഹത്തിന്റെ വ്യൂവിനോട് നിങ്ങൾ പ്രേക്ഷകർ യോജിക്കുന്നുണ്ടോ, അല്ലെങ്കിൽ നിങ്ങളുടെ വ്യൂ എന്താണ് എന്നുള്ളത് കമന്റ് ചെയ്യാൻ മറക്കല്ലേ. അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം മറക്കല്ലേ. അങ്ങനെ എല്ലാം ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മൾ ഇത് അടുത്ത വീഡിയോയിൽ വേറെ മറ്റൊരു ഗംഭീര വീഡിയോയുമായി വീണ്ടും വരുന്നതായിരിക്കും.